ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരരെ, ഇന്ന് നമ്മൾ വിശുദ്ധ ഡിഫിനെ കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. അയർലൻഡിലെ ഓറിൻ പ്രവിശ്യയുടെ നാട്ടുരാജാവായ ഡിമോനായിരുന്നു ഡിഫിനിയുടെ പിതാവ്. ഡിഫിനിയുടെ പിതാവ് ഒരു പെഗിൻ മതവിശ്വാസിയും അമ്മ ഒരു ഉത്തമ ക്രൈസ്തവ വിശ്വാസിയുമായിരുന്നു. അമ്മയുടെ സംരക്ഷണത്തിലാണ് ഡിഫിന വളർന്നു വന്നത്. ഡിഫിനിക്ക് 14 വയസ്സായപ്പോൾ അവൾ അവളുടെ കന്യാത്വം ദൈവത്തിന് സമർപ്പിച്ചിരുന്നു. ഇതവൾ അന്നത്തെ വികാരിയായിരുന്ന ഗിരിബർണസിനെ അറിയിക്കുകയും ചെയ്തു. അയാൾ അത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവളുടെ തീരുമാനത്തെ സ്വീകരിച്ചത്. ഏറെ താമസിയാതെ ഡിഫിനയുടെ അമ്മ മരിച്ചു പോകുന്നു. അമ്മയുടെ മരണം ഡിഫിനെയും പിതാവിനെയും ഏറെ ദുഃഖത്തിലാഴ്ത്തി. അപ്പം രാജാവിൻ്റെ ഉപദേശകർ ഒരു കാര്യം തീരുമാനിച്ചു, രാജാവിനെ കൊണ്ട് ഒരു പുതിയ വിവാഹം ചെയ്യിപ്പിക്കുക എന്നത്. ഈ ഉപദേശവുമായി രാജാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ അതേ രൂപസാദൃശ്യത്തിലുള്ള ഒരു സ്ത്രീയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്ന്. അവരാ രാജ്യമെങ്ങും മരിച്ചു പെറുക്കിയിട്ടും രാജാവിൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ അതേ രൂപസാദൃശ്യമുള്ള ഒരു സ്ത്രീയെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് അവരുടെ ഉള്ളിലേക്ക് ഡിഫിനെ പറ്റിയുള്ള ചിന്തകൾ കടന്നു വന്നത്. ഈ കാര്യം അവർ രാജാവിനെ അറിയിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ഡിഫിന രാജാവിനോട് തൻ്റെ കന്യാത്വത്തെപ്പറ്റി പറയുകയും അതിനെ ശക്തിയുക്തമായി എതിർക്കുകയും ചെയ്തു. കുപിതനായ രാജാവ് അവളെ ബലമായി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. കൊട്ടാരത്തിലെ വിശ്വസ്തരായ 2 സേവകരെയും ഒരു കൊട്ടാര വിദൂഷകനെയും കൂട്ടി അവൾ ഏറെ വിശ്വസിച്ചിരുന്ന ഗിരിബർണസിൻ്റെ അടുത്തെത്തി. കൊട്ടാരത്തിൽ നിന്ന് പട്ടാളക്കാർ അന്വേഷിച്ചു വരുന്നതിന് മുമ്പേ അവർ ഒരു കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. യാത്രയ്ക്കിടെ ഡിഫിന വളരെയധികം ദുഃഖിതയായിരുന്നു. ഒന്നാമതായി മാതാവിനെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം, രണ്ടാമതായി പിതാവിനാൽ അപമാനിക്കപ്പെടുമോ എന്നുള്ള ഭയവും. ആ യാത്രയ്ക്കിടയിൽ അവൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു, പിതാവിൻ്റെ സമനില വീണ്ടുകെട്ടുന്നതിനും തന്നെ മകളായി അംഗീകരിക്കുന്നതിനുള്ള കൃപ നൽകണമേ എന്ന്. അങ്ങനെ അവർ ബെൽജിയം എന്ന രാജ്യത്തിലെത്തി. അവിടെ ഗീർ എന്ന നഗരത്തിൽ അവളുടെ കയ്യിലിരുന്ന പണം കൊണ്ട് ഒരു കെട്ടിടം വാങ്ങിച്ചു. അവിടെ ഒരു ആശ്രമം തുടങ്ങുകയും ചെയ്തു. പാവപ്പെട്ടവരുടെയും രോഗികളുടെയും ആശ്രയ കേന്ദ്രമായിരുന്നു ഈ സ്ഥാപനം. രാജ്യം മുഴുവൻ അരിച്ചു പിറക്കിയിട്ടും ഡിഫിനെയും കൂട്ടരെയും കാണാതെ അവസാനം അവർ ഡിഫിന താമസിച്ചിരുന്ന താമസ സ്ഥലം കണ്ടെത്തി. ഗിരിബർണസിനെ വധിച്ച ശേഷം ഡിഫിനെ തിരികെ കൊണ്ടുപോകാനാണ് രാജാവ് തീരുമാനിച്ചത്. എന്നാൽ അതിനെ ശക്തിയുക്തം എതിർത്ത ഡിഫിനെയും ഗിരിബർണസിനെയും ചിരച്ഛേദം ചെയ്തു. ഗീറിലെ ജനങ്ങൾ ഡിഫിനെയും ഗിരിബർണസിനെയും അവിടെ ഒരു ഗുഹയിൽ അടക്കം ചെയ്തു. ഇന്ന് ഡിഫിനെ അറിയപ്പെടുന്നത് നിരാശയും കുറ്റബോധവും അനുഭവിക്കുന്നവരുടെയും മനോരോഗികളുടെയും ബലാത്സംഗത്തിന് ഇരയാകുന്നവരുടെയും വിശുദ്ധിയായിട്ടാണ് ഡിഫിന അറിയപ്പെടുന്നത്. അയർലൻഡിലെ ലില്ലിപ്പൂ എന്ന പേരിലാണ് ഡിഫിനെ അറിയപ്പെടുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ കഷ്ടപ്പാടുകളിലും ദൈവത്തെ അനുകരിച്ച് ഡിഫിനെ പോലെ വിശുദ്ധി ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.